Hi all, നമ്മൾ ഇന്ന് ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷനിലെ സെപ്റ്റ് ടാങ്കിൻ്റെ എസ്റ്റിമേറ്റ് എങ്ങനെ എടുക്കുന്നു എന്നുള്ളവർ പഠിക്കുന്നു. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയാം സെപ്റ്റ് ടാങ്ക് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിന് താഴെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. എന്തിനാണ് ഈ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് അല്ലേ. അപ്പോൾ ഈ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് വാട്ടറിനെയാണ് സീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീവേജിൽ ആക്ച്വലി കുറേ സോളിഡ്സ് കാണും, സോളിഡ് മാറ്റേഴ്സ് കാണും അല്ലേ. അപ്പോൾ ഈ സോളിഡ് മാറ്റേഴ്സ് എല്ലാം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ സെപ്റ്റ് ടാങ്കിലോട്ട് കയറുന്ന സമയത്ത് ഇവിടെ ഒരു ബേഫിൾ വോൾ വെച്ചിട്ടുണ്ട്. സോ ഈ ബേഫിൾ വോളിൽ തട്ടിയിട്ട് ഈ സോളിഡ് മാറ്റേഴ്സ് എല്ലാം നേരെ ഈ സെപ്റ്റ് ടാങ്കിൻ്റെ താഴെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വേസ്റ്റ് വാട്ടർ മാത്രം ഒരു ഔട്ട്ലെറ്റ് പൈപ്പ് വഴി പാസ് ചെയ്ത് സോക്ക് പിറ്റ് എന്ന് പറയുന്നൊരു ടാങ്കിലോട്ട് പോകുന്നു. ഓക്കെ, സോ നമുക്കിവിടെ സോക്ക് പിറ്റ് എന്താണെന്ന് നോക്കാം. സോക്ക് പിറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, സോക്ക് പിറ്റിൽ ആക്ച്വലി നമ്മുടെ പ്ലാൻ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന നമ്മുടെ പ്ലാനിൽ സോക്ക് പിറ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കുറേ ബ്രിക്ക് അഗ്രിഗേറ്റ്സും അതുപോലെ തന്നെ ഡ്രൈ ബ്രിക്ക് വർക്കും കോൾ സാൻഡും ഒക്കെ ഉള്ളതാണ് നമ്മുടെ സോക്ക് പിറ്റിൽ. സോ സോക്ക് പിറ്റിലോട്ട് ഈ വേസ്റ്റ് വാട്ടർ, അതായത് സെപ്റ്റ് ടാങ്കിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ സോക്ക് പിറ്റിലോട്ട് കയറുന്ന സമയത്ത് ഇത് കാരണം ഈ ബ്രിക്ക് അഗ്രിഗേറ്റും അതുപോലെ തന്നെ ഡ്രൈ ബ്രിക്ക് വർക്കൊക്കെ ഉള്ളത് കൊണ്ട് ഈ വേസ്റ്റ് വാട്ടർ ഇതുവഴി പാസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ഗ്രൗണ്ടിലോട്ട് പോകും. അപ്പോൾ ഇതാണ് സെപ്റ്റ് ടാങ്കിൻ്റെയും സോക്ക് പിറ്റിൻ്റെയും ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി സെപ്റ്റ് ടാങ്ക് ആക്ച്വലി ഒരു ബേസിക് ട്രീറ്റ്മെൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അതായത് ഒരു പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആണ്. സീവേജിന് ആക്ച്വലി ഒരു 4 ട്രീറ്റ്മെൻറ്റുകളാണുള്ളത്: പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ്, പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ആൻഡ് സെക്കൻഡറി, ദെൻ ടെർഷ്യറി. ഓക്കെ, സോ ഒരു പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ സെപ്റ്റ് ടാങ്കിൽ നിന്ന് ട്രീറ്റ് ചെയ്യുന്ന ഒരു വേസ്റ്റ് വാട്ടറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് എഫിഷ്യൻസി മാത്രമാണ്. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 25 യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെപ്റ്റ് ടാങ്കും സോക്ക് പിറ്റിൻ്റെയും എസ്റ്റിമേറ്റ് എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെപ്റ്റ് ടാങ്കിൽ ചെയ്യുന്ന ബ്രിക്ക് വർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കാണ്. അതുപോലെ സെപ്റ്റ് ടാങ്കിൻ്റെ ഇൻസൈഡ് പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത് 12 mm സിമെൻറ്റ് പ്ലാസ്റ്ററാണ്. അതുപോലെ സെപ്റ്റ് ടാങ്കിൻ്റെ ഫ്ലോർ പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത് 20 mm ആണ്. ദെൻ സോക്ക് പിറ്റിൻ്റെ അപ്പർ ആൻഡ് ലോവർ പോർഷനിലുള്ള ബ്രിക്ക് വർക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കാണ്. ദെൻ മിഡിൽ പോർഷനിൽ, സോക്ക് പിറ്റിൻ്റെ മിഡിൽ പോർഷനിൽ ചെയ്ത ബ്രിക്ക് വർക്ക് ഡ്രൈ ബ്രിക്ക് വർക്കാണ്. ദെൻ RCC ആയിട്ട് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ബേഫിൾ വോൾ, അതുപോലെ തന്നെ പ്രീകാസ്റ്റ് ചെയ്ത RCC കവർ സ്ലാബാണ്. അത് സോക്ക് പിറ്റിനും അതുപോലെ തന്നെ സെപ്റ്റ് ടാങ്കിനും ഉണ്ടാകും. ഓക്കെ, സോ ഈ ഫിഗറിൽ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ നമുക്ക് ആക്ച്വലി ഇതിൻ്റെ വർക്കിംഗ് വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടറും സോളിഡ്സും ഒക്കെ ഈ ഒരു ഇൻലെറ്റ്, സെപ്റ്റ് ടാങ്കിൻ്റെ ഈ ഒരു ഇൻലെറ്റ് പൈപ്പ് വഴി അകത്തോട്ട് കയറുന്നു. ഇവിടെ ഒരു ബേഫിൾ വോള് വെച്ചിട്ടുണ്ട്. ഈ ബേഫിൾ വോളിൽ തട്ടി ഹെവി ആയിട്ടുള്ള സോളിഡ്സ് ഒക്കെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം വേസ്റ്റ് വാട്ടർ മാത്രം പാസ് ചെയ്ത് ഈ ഔട്ട്ലെറ്റ് പൈപ്പ് വഴി നേരെ സോക്ക് പിറ്റിലോട്ട് പോകും. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സോക്ക് പിറ്റും സെപ്റ്റ് ടാങ്കും ഒരിക്കലും ഒരേ ഡെപ്തിലല്ല കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോക്ക് പിറ്റിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് സെപ്റ്റ് ടാങ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സോക്ക് പിറ്റിൻ്റെയും സെപ്റ്റ് ടാങ്കിൻ്റെയും പൈപ്പുകൾ തമ്മിൽ ഒരേ ലെവലിലായിരിക്കും. അതായത് സെപ്റ്റ് ടാങ്കിൻ്റെ ഔട്ട്ലെറ്റ് പൈപ്പും അതുപോലെ തന്നെ സോക്ക് പിറ്റിൻ്റെ ഇൻലെറ്റ് പൈപ്പും ഒരേ ലെവലിലായിരിക്കും. പക്ഷേ ഡെപ്ത് സെയിം ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, ഡെപ്ത് സെയിം ആകത്തും ഇല്ല. ഓക്കെ, ഇനി ഈ ഫിഗറിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് ഇത് സെപ്റ്റ് ടാങ്കിൻ്റെ പ്ലാനാണ്, അതുപോലെ തന്നെ ഇത് സെപ്റ്റ് ടാങ്കിൻ്റെ സെക്ഷൻ, അതുപോലെ ഇത് സോക്ക് പിറ്റിൻ്റെ പ്ലാനും ഇത് സോക്ക് പിറ്റിൻ്റെ സെക്ഷനുമാണ്. ഓക്കെ, അപ്പോൾ ഈ സെപ്റ്റ് ടാങ്കിൻ്റെ പ്ലാനിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്? ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു 1:3:6 സിമൻറ്റ് കോൺക്രീറ്റ്. നമ്മൾ പറഞ്ഞു ഫ്ലോർ ചെയ്തിരിക്കുന്നത് സിമൻറ്റ് കോൺക്രീറ്റ് വെച്ചിട്ടാണ്. അതാണ് ഈ കാണിക്കുന്ന ഔട്ടർ റെക്റ്റാങ്കിൾ അല്ലേ. ദെൻ ഇവിടെ ബ്രിക്ക് വർക്ക് ഉണ്ട്. ബ്രിക്ക് വർക്ക് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ബ്രിക്ക് വർക്കാണ്. ദെൻ അത് 20 സെൻറ്റിമീറ്ററിലോട്ട് റെഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ആദ്യം കാണുന്ന വൈറ്റ് റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? 30 സെൻറ്റിമീറ്ററിലുള്ള ബ്രിക്ക് വോളും അതിനുശേഷം കാണുന്ന 20 സെൻറ്റിമീറ്റർ വോൾ എന്ന് പറയുന്നത് ആണ് ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു ലൈൻ എടുത്ത് കാണിക്കുവാണെങ്കിൽ ആദ്യം കാണുന്ന ഈ ലൈൻ എന്ന് പറയുന്നതാണ് 30 സെൻറ്റിമീറ്ററിലുള്ള ബ്രിക്ക് വോൾ അല്ലേ. 30 സെൻറ്റിമീറ്ററിലുള്ള ബ്രിക്ക് വോൾ, ഇതുവരെ 30 സെൻറ്റിമീറ്റർ ബ്രിക്ക് വോളാണ്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യുന്നത് 20 സെൻറ്റിമീറ്ററിൻ്റെ വോളാണ്. അതാണ് ഈ കാണുന്ന 20 സെൻറ്റിമീറ്റർ വോൾ. ദെൻ ഇൻസൈഡ് പോർഷൻ എന്ന് പറയുന്നത് 200/90 ആണ്. ദെൻ ഒരു ബേഫിൾ വോൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അയൺ ഫുഡ് സ്റ്റെപ്സ് ഉണ്ട് ഇതിനകത്ത് ഇറങ്ങി ക്ലീൻ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ദെൻ ഈ പൈപ്പ് തമ്മിൽ ഒരേ ലെവലാണെന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ നേരെ വരുന്നത് സോക്ക് പിറ്റിലോട്ടാണ്. സോക്ക് പിറ്റിൽ കുറച്ച് ബ്രിക്ക് അഗ്രിഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ബോട്ടം പോർഷനിൽ. അതുപോലെ തന്നെ സോക്ക് പിറ്റിൻ്റെ ടോട്ടൽ ലെന്ത് എന്ന് പറയുന്നത് 3 മീറ്റർ ആണ്. 3 മീറ്ററിൽ ഒരേ ഡയമീറ്റർ, 3 മീറ്ററും വരെ ഡയമീറ്റർ 2 മീറ്ററാണ് ഡയമീറ്റർ വരുന്നത്. അതിനുശേഷം ഏറ്റവും ബോട്ടം പോർഷനിൽ വരുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് 1.4 മാത്രമേ ഉള്ളൂ അല്ലേ. ഒരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 1.4 മാത്രമേ ഡയമീറ്റർ വരുന്നുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സെപ്റ്റ് ടാങ്കിൽ നിന്നും സോക്ക് പിറ്റിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഓക്കെ, നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമ്മൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യും. നമ്മൾ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ എർത്ത് വർക്ക് എക്സ്കവേഷനാണ്. നമുക്കിവിടെ എന്തൊക്കെയാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യേണ്ടത്? നമുക്ക് സെപ്റ്റിക് ടാങ്കും സോക്ക് പിറ്റും എർത്ത് വർക്ക് എക്സ്കവേഷൻ ചെയ്യണം. നമുക്കറിയാം ഈ രണ്ട് സ്ട്രക്ചറും മൊത്തം ആ ഫുൾ സ്ട്രക്ചറും ഗ്രൗണ്ട് ലെവലിൻ്റെ താഴോട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഫുൾ ഹൈറ്റിലും നമുക്ക് എക്സ്കവേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നേരത്തെ നമ്മളൊരു വീടിൻ്റെ പ്ലാനൊക്കെ എടുക്കുന്ന സമയത്ത് ഗ്രൗണ്ട് ലെവലിൻ്റെ താഴോട്ട് വരുന്ന ആ ഫൗണ്ടേഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, എർത്ത് വർക്ക് എക്സ്കവേഷൻ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, സോക്ക് പിറ്റും അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കും ഫുള്ളായിട്ടും ഗ്രൗണ്ട് ലെവലിൻ്റെ താഴോട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഫുൾ ഹൈറ്റിലും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്കവേഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ആദ്യം നമുക്ക് സെപ്റ്റിക് ടാങ്ക് എക്സ്കവേഷൻ ചെയ്യാനല്ലേ. സോ സെപ്റ്റിക് ടാങ്ക് എക്സ്കവേഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, സെപ്റ്റിക് ടാങ്ക് എക്സ്കവേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ലെന്ത് കൊടുക്കാം അല്ലേ. ഇങ്ങനെ എക്സ്കവേഷൻ ചെയ്യണം, അതുപോലെ തന്നെ സോക്ക് പിറ്റും എക്സ്കവേഷൻ ചെയ്യണം. അപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ എക്സ്കവേഷൻ ചെയ്യാനുള്ള ലെന്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്ലാനിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്കവേഷൻ ചെയ്യേണ്ടത്. എത്രയാണ് ആ ലെന്ത് വരുന്നത്, 200 + 40 + 40, സോ 280 അല്ലേ. 2.8 മീറ്റർ ലെന്തിലും ഇനി ബ്രെഡ്ത്ത് എത്രയാണ്, ഈ കാണുന്ന ഈ ലെന്ത് അല്ലേ. എത്രയാണ്, 90 + 40 + 40, ദാറ്റ് ഈസ് 170, 1.7 മീറ്റർ ബ്രെഡ്ത്ത്. ആൻഡ് ഇനി വേണ്ടത് ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും ഹൈറ്റിൽ നമുക്ക് എക്സ്കവേഷൻ ചെയ്യണം അല്ലേ. ദാറ്റ് ഈസ് 140 + 30 പ്ലസ് ഈ ഡിസ്റ്റൻസ് 20 ആണ്, ഈ ഡിസ്റ്റൻസ് 20 ആൻഡ് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ആണ്. സോ 140 + 30 + 20 പ്ലസ് ഈ ഒരു ചെറിയ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 ആണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് കൊടുക്കാം, ഇവിടെ ഡിസ്റ്റൻസ് ഒന്നും ഇല്ല, 0. ആൻഡ് ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 10 ആണ്. സോ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ആവറേജ് ഹൈറ്റ് എടുക്കുന്നു, ദാറ്റ് ഈസ് 10/2 5. സോ ഈ ഒരു ഹൈറ്റ് 5 ആണ്, ഇത്രയും ഹൈറ്റ് 20 ആണ് അല്ലേ. സോ 140 + 30 + 20 + 5. ഓക്കെ, സോ 1.95. സോ 1.95 ആണ് ഹൈറ്റ് വരുന്നത്, 1.95. ഓക്കെ, സോ നമുക്ക് സെപ്റ്റിക് ടാങ്കിൽ ഞാൻ ഒരൊറ്റ ലെന്ത് എടുക്കുന്നുള്ളൂ. സോ 2.8 മീറ്റർ, 2.8 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 1.7 ആൻഡ് ഹൈറ്റ് 1.95. ഓക്കെ, ഇതിന് എനിക്ക് സോക്ക് പിറ്റാണ് എക്സ്കവേഷൻ ചെയ്യാനുള്ളത്. സോ സോക്ക് പിറ്റ് നമുക്കിവിടെ നോക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്നൊരു കാര്യം, സോക്ക് പിറ്റിൻ്റെയും ഗ്രൗണ്ട് ലെവൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ടോപ്പിൽ നിന്ന് ഈ ഒരു 300 ഹൈറ്റ്, 250 + 50, 3 മീറ്റർ ഹൈറ്റിലും ഒരേ ഡയമീറ്ററാണ് വരുന്നത് അല്ലേ. 3 മീറ്റർ ഹൈറ്റിലും ഒരേ ഡയമീറ്ററിൽ നമുക്ക് എക്സ്കവേഷൻ ചെയ്യാം. ഈ ഡയമീറ്റർ എത്രയാണ്, 100 + 20 + 15 + 15. അതുപോലെ ഇപ്പുറത്തും ആകുമ്പോൾ 50 + 50, ദാറ്റ് ഈസ് 200 അല്ലേ. 2 മീറ്റർ ഡയമീറ്റർ ആണ് ഇത്രയും വരുന്നത് അല്ലേ, 2 മീറ്റർ ഡയമീറ്റർ. സോ 3 മീറ്റർ ഹൈറ്റിൽ 2 മീറ്റർ ഡയമീറ്റർ ആണ് വരുന്നത് സോക്ക് പിറ്റിൽ. 3 മീറ്റർ ഹൈറ്റ്, അതായത് 3 മീറ്റർ ഹൈറ്റിൽ 2 മീറ്റർ ഡയമീറ്റർ ആണ് വരുന്നത്, 2 മീറ്റർ ഡയമീറ്റർ. ഓക്കെ, 2 മീറ്റർ ഡയമീറ്റർ. പക്ഷേ അതിനുശേഷം ഏറ്റവും ലോവർ പോർഷൻ വരുന്ന സമയത്ത് ഒരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഡയമീറ്റർ അത്രയും വരുന്നുണ്ടോ, 2 മീറ്റർ വരുന്നില്ല, 1.4 മീറ്റർ മാത്രമേ ഡയമീറ്റർ വരുന്നുള്ളൂ, 1.4 മീറ്റർ മാത്രമേ ഡയമീറ്റർ വരുന്നുള്ളൂ. അതായത് ഏറ്റവും ബോട്ടം പോർഷനിൽ ഒരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഡയമീറ്റർ വരുന്നത് 2 മീറ്റർ അല്ല, 1.4 മീറ്റർ മാത്രമാണ്, 1.4 മീറ്റർ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എക്സ്കവേഷൻ ചെയ്യുമ്പോൾ സോക്ക് പിറ്റിനെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് 3 മീറ്റർ ഹൈറ്റ്, അതായത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ്. 3 മീറ്റർ ഹൈറ്റിൽ 2 മീറ്റർ ആണ് ഡയമീറ്റർ. ഓക്കെ, 3 മീറ്റർ ഹൈറ്റിൽ 2 മീറ്റർ ഡയമീറ്റർ, 2 മീറ്റർ ഡയമീറ്റർ ആൻഡ് 0.20 മീറ്റർ ഹൈറ്റിൽ 1.6 മീറ്റർ ഡയമീറ്റർ. സോ നമുക്ക് സർക്കിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി, വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഏരിയ എടുക്കുക. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോക്ക് പിറ്റിലെ 3 മീറ്റർ ഡെപ്ത് വരെയുള്ള ഡയമീറ്റർ എത്രയാണ്, 2 മീറ്റർ ആണ്. സോ π/4 × 2 സ്ക്വയർ അല്ലേ, ഇൻറ്റു ഹൈറ്റ് എത്രയാണ്, 3 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 3 മീറ്റർ. സോ നമുക്ക് അവിടെ വോളിയം കിട്ടും. ഇനി ലോവർ പോർഷൻ എടുക്കണമെങ്കിൽ എന്താണ്, ലോവർ പോർഷൻ്റെ ഡയമീറ്റർ എത്രയാണ്, 1.4 ആണ്. സോ π/4 × 1.4 സ്ക്വയർ, 1.4 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 0.2. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എർത്ത് വർക്ക് എക്സ്കവേഷൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് സിമന്റ് കോൺക്രീറ്റ് ആണ്. നമ്മൾ എവിടെയാണ് സിമന്റ് കോൺക്രീറ്റ് കൊടുക്കുന്നത്? ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സെപ്റ്റ് ടാങ്കിലെ ഏറ്റവും ബോട്ടം പോർഷൻ അല്ലെങ്കിൽ ഫ്ലോറിൽ അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ, സെപ്റ്റ് ടാങ്കിൻ്റെ ഫൗണ്ടേഷനിലാണ് നമ്മൾ സിമന്റ് കോൺക്രീറ്റ് കൊടുക്കുന്നത്. 1:3:6 നമ്മൾ സിമന്റ് കോൺക്രീറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. നമുക്കത് പ്ലാനിൽ നമുക്ക് കാണാൻ പറ്റും. ദാ ഈ കാണുന്നതാണ് സിമന്റ് കോൺക്രീറ്റ് കൊടുക്കുന്നത് അല്ലേ. ഇതാണ് നമ്മുടെ സിമന്റ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 1:3:6. സോ നമുക്കതിൻ്റെ ഒരു 3D മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ദാ ഏകദേശം ഇങ്ങനെ ഇരിക്കും അല്ലേ. എന്തുകൊണ്ടാണ് നടുക്ക് ഇങ്ങനെ ഒരു പോർഷൻ കാണിച്ചിരിക്കുന്നത്? നമുക്കിവിടെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ഇന്നർ പോർഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? 1:20 ഒരു സ്ലോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. 1:20 ഒരു സ്ലോപ്പ് ഉണ്ട് നമ്മുടെ ഇൻസൈഡ് പോർഷനിൽ, സെപ്റ്റ് ടാങ്കിൻ്റെ ഇൻസൈഡ് പോർഷനിൽ മാത്രമായിട്ട് 1:20 ഒരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മുടെ സിമന്റ് കോൺക്രീറ്റ് പോർഷൻ ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ സിമന്റ് കോൺക്രീറ്റിൻ്റെ വോളിയം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് ഫ്ലോർ ആൻഡ് ഫൗണ്ടേഷൻ, അതായത് ഈ ഒരു ബേസ് പോർഷനും അതിനുശേഷം ഈ സ്ലോപ്പിംഗ് ഫ്ലോറും മാത്രമായിട്ട് സെപ്പറേറ്റ് എടുക്കുന്നു. ഓക്കെ, ഇതിൻ്റെ രണ്ടും ക്വാണ്ടിറ്റി കണ്ടുപിടിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം ഈ ലെന്ത് എത്ര തന്നെയാണ്, നമുക്ക് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ. സോ അത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 200 + 40 + 40 ദാറ്റ് ഈസ് 2.8 മീറ്റർ. 2.8 മീറ്റർ ആണ് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ലെന്ത് വരുന്നത് അല്ലേ. ദെൻ ഇതിൻ്റെ ഹൈറ്റ് നമുക്കറിയാവോ? ഇതിൻ്റെ ഹൈറ്റ് നമുക്കറിയാം 0.2 മീറ്റർ ആണ്. ഈ ഹൈറ്റ് ആണ്, ഈ ഹൈറ്റ് 0.2 മീറ്റർ ആണ്. ഓക്കെ, സോ ഈ ഹൈറ്റ് നമുക്കറിയാം 0.2 മീറ്റർ. ദെൻ ഇതിൻ്റെ ബ്രെഡ്ത്ത് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രെഡ്ത്ത് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്? 1.7 ആണ് അല്ലേ. സോ നമുക്ക് ബ്രെഡ്ത്ത് അറിയാം 1.7. ഓക്കെ, സോ നമുക്ക് ഫ്ലോർ ആൻഡ് ഫൗണ്ടേഷൻ ഏറ്റവും ബോട്ടം പോർഷൻ്റെ ആദ്യത്തെ നമുക്ക് കണ്ടുപിടിക്കാം. സോ ലെന്ത് കൊടുക്കുന്നു 2.8 ആൻഡ് ബ്രെഡ്ത്ത് 1.7, ദെൻ ഹൈറ്റ് 0.20, റൈറ്റ്. ഓക്കെ, ദെൻ സ്ലോപ്പിംഗ് ഫ്ലോർ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ ലെന്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമുക്ക് സ്ലോപ്പിംഗ് ബോട്ടം കൊടുത്തിരിക്കുന്നത് എവിടെയാണ്? ഇൻസൈഡ് പോർഷൻ, സെപ്റ്റ് ടാങ്കിൻ്റെ ഇൻസൈഡ് പോർഷനിൽ മാത്രമാണ് സ്ലോപ്പിംഗ് ബോട്ടം കൊടുത്തിരിക്കുന്നത് അല്ലേ. 1:20 സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത് സെപ്റ്റ് ടാങ്കിൻ്റെ ഇൻസൈഡ് പോർഷനിലാണ്. സോ ഇൻസൈഡ് പോർഷൻ്റെ ലെന്ത് എത്രയാ? 200/90. 200/90 അല്ലേ. സോ ഈ ലെന്ത് എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 90 ആണ്. ദെൻ ഹൈറ്റ് ആണ് നമുക്ക് ആവശ്യം ഇനി. സോ ഹൈറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഇൻസൈഡ് പോർഷനിൽ ഞാൻ ഇവിടെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 0 കൊടുക്കുന്നു. ഈ ഒരു ഹൈറ്റ്, ഈ ഒരു ചെറിയ ഹൈറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 10 ആണ്. 10 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ചെറിയ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ 10 ആണ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ഫിഗറിൻ്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ആവറേജ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 + 10/2 ദാറ്റ് ഈസ് 5 അല്ലേ. 0 + 10/2 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ലോപ്പിംഗ് ഫ്ലോറിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എത്രയെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? സോ 1 കൊടുക്കുന്നു. അത് ഞാൻ ഒരൊറ്റ ലെന്ത് മാത്രമേ എടുക്കുന്നുള്ളൂ. 2 മീറ്റർ ആണ് ലെന്ത് വരുന്നത്. ദെൻ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.90 ആണ്. ദെൻ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 5 ആണ് അല്ലേ. 5 സെൻറ്റിമീറ്റർ ആണ്. സോ 0.05 മീറ്റർ. ഇനി നമ്മുടെ നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ആണല്ലേ. അതായത് എവിടെയാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് വരുന്നത്? സെപ്റ്റ് ടാങ്കിലാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് വരുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റ് ടാങ്കിലെ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കും സോക്ക് പിറ്റിൽ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കാണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ലോങ് വോൾ ഷോർട്ട് വോൾ ആയിട്ട് എടുക്കുവാണ്. ഇവിടെ ഞാൻ ലോങ് വോളിൽ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും? നമുക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മുടെ ഫിഗറിൽ കൊടുത്തതനുസരിച്ചിട്ട് നമുക്കിവിടെ സെപ്റ്റ് ടാങ്കിൽ ബ്രിക്ക് വർക്ക് വരുന്നതിൽ 2 വിഡ്ത്തുള്ള ബ്രിക്ക് വർക്ക് വരുന്നുണ്ടല്ലേ. ആദ്യം നമുക്കൊരു 30 സെൻറ്റിമീറ്റർ വോൾ വരുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ഹൈറ്റ് കഴിഞ്ഞാൽ അതിന് ശേഷം എന്താണ് 20 സെൻറ്റിമീറ്റർ ബ്രിക്ക് വർക്കാണ് വരുന്നത്. സോ നമുക്കിവിടെ 2 ടൈപ്പ് ബ്രിക്ക് വർക്ക്, ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ ബ്രിക്ക് വർക്കും ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ 20 സെൻറ്റിമീറ്ററിൻ്റെ ബ്രിക്ക് വർക്കുമാണ് വരുന്നത്. സോ ഇതിനെ ഞാൻ ലോങ് വോളും ഷോർട്ട് വോളും ആയിട്ട് എടുക്കുന്നു. എന്താണ് ലോങ് വോൾ ഷോർട്ട് വോൾ എന്ന് നമുക്കറിയാം. ഇപ്പോൾ 30 സെൻറ്റി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ വോളാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കാണുന്ന 20 സെൻറ്റിമീറ്റർ വോളാണ്. ഓക്കെ, അപ്പോൾ 30 സെൻറ്റിമീറ്റർ വോൾ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട്? അതിന് ലോങ് വോൾ ഉണ്ട്. അതുപോലെ 20 സെൻറ്റിമീറ്റർ വോൾ എടുത്തു കഴിഞ്ഞാലും അതിന് ലോങ് വോൾ ഉണ്ട്, ഷോർട്ട് വോളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് സെപ്റ്റ് ടാങ്കിലെ ലോങ് വോളാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ലോങ് വോളിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് 30 സെൻറ്റിമീറ്റർ വോൾ, ഈ കാണുന്ന 30 സെൻറ്റിമീറ്റർ വോളിൻ്റെ ലോങ് വോൾ ലെന്ത് ആണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. 30 സെൻറ്റിമീറ്റർ വോളിൻ്റെ ലോങ് വോൾ ലെന്ത്.
അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം 30 സെൻറ്റിമീറ്റർ വോൾ ഇതാണ്. സോ ഇതിൻ്റെ ലോങ് വോൾ ലെന്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ ലോങ് വോൾ എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ വോൾ. 30 സെൻറ്റിമീറ്റർ വോളിൻ്റെ ലോങ് വോൾ എന്ന് പറഞ്ഞാൽ ഇതും ഷോർട്ട് വോൾ എന്ന് പറഞ്ഞാൽ ഇതുമാണ് അല്ലേ. സോ 30 സെൻറ്റിമീറ്റർ വോൾ അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്ററും സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്ററും. സോ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ 30 സെൻറ്റിമീറ്റർ വോളിൻ്റെ ലോങ് വോൾ ലെന്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എത്ര ലോങ് വോൾസ് ഉണ്ട്? നമുക്ക് 2 ലോങ് വോൾസും അതുപോലെ തന്നെ 2 ഷോർട്ട് വോൾസും ഉണ്ട്. സോ നമ്പർ 2 കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ലോങ് വോൾ ലെന്ത് എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അത് എത്രയാണ്? 200 + 30 + 30 ദാറ്റ് ഈസ് 2.6 മീറ്റർ അല്ലേ. 2.6 മീറ്റർ ആണ് നമ്മുടെ ലെന്ത് വരുന്നത്. 2.6 മീറ്റർ. ഓക്കെ, ഇനി ബ്രെഡ്ത്ത് എത്രയാണ് വരുന്നത്? 2.6 മീറ്റർ. അതിനുശേഷം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എത്രയാണ്? തിക്നെസ് വരുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്. സോ 0.3. ദെൻ ഇനി വേണ്ടത് നമുക്ക് ഹൈറ്റ് ആണ് അല്ലേ. ഹൈറ്റ് നമുക്കിവിടെ ഓൾറെഡി നമുക്ക് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. 60 ആണ്. നമുക്കിവിടെ ഈ ഒരു ഫിഗറിൽ ക്രോപ്പ് ചെയ്തതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 60 ആണ്. ഓക്കെ, 60. ഓക്കെ, സോ 0.6. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ വോളാണ്. സോ 20 സെൻറ്റിമീറ്റർ വോളിൻ്റെ ലെന്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 20 സെൻറ്റിമീറ്റർ വോൾ എവിടെയാണ് വരുന്നത്? 20 സെൻറ്റിമീറ്റർ വോളിൻ്റെ താഴെ നിന്നൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ വോൾ അല്ലേ. 20 സെൻറ്റിമീറ്റർ വോളിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ ലോങ് വോൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഷോർട്ട് വോൾ എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ലോങ് വോളിൻ്റെ ലെന്ത് എത്രയാണ് വരുന്നത്? 2 + 0.2 + 0.2 അല്ലേ. ദാറ്റ് ഈസ് 2.4. സോ 2.4 ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ വോളാണ്. സോ 0.2. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 140 + 30 പ്ലസ് ഈ ഹൈറ്റ്, ഈ ഒരു ചെറിയ ഹൈറ്റ് എത്രയാണ്? 5 ആണ്. സോ മൈനസ് ഈ ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 60 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു 20 സെൻറ്റിമീറ്റർ വോളിൻ്റെ ഹൈറ്റ് കിട്ടും അല്ലേ. 140 + 30 + 5 ഈ ടോട്ടൽ ഹൈറ്റിൽ നിന്ന്, ഇത്രയും ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? ഈ 60 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈറ്റ് കിട്ടും. ഓക്കെ, സോ അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഹൈറ്റ് ആണ് 1.15 എന്ന് പറയുന്നത്. 1.15. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് സെപ്റ്റിക് ടാങ്കിൻ്റെ ഷോർട്ട് വോൾ ആണ്. സോ ഷോർട്ട് വോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത്? ഷോർട്ട് വോളിൽ നമുക്കിവിടെ എന്താ 2 എണ്ണം വെച്ചിട്ടുണ്ട് അല്ലേ. 30 സെൻറ്റിമീറ്ററിൻ്റെ വോളായാലും 2 ഷോർട്ട് വോൾ ഉണ്ട്. അതുപോലെ തന്നെ 20 സെൻറ്റിമീറ്ററിൻ്റെ വോളായാലും 2 ഷോർട്ട് വോൾ ഉണ്ട്. സോ നമ്പർ 2. ഓക്കെ, ഇനി നമുക്ക് ലെന്ത് ആണ് വേണ്ടത് അല്ലേ. സോ ലെന്ത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. ഇത് ലോങ് വോൾ ഷോർട്ട് വോളായിട്ടാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത സമയത്ത് 30 സെൻറ്റിമീറ്റർ വോളിൻ്റെ ലോങ് വോൾ ചെയ്ത സമയത്ത് നമ്മൾ എന്താ ചെയ്തത്? 2.6 മീറ്റർ ലെന്ത് എടുത്തു. അതിനുശേഷം 0.3 മീറ്റർ ബ്രെഡ്ത്തും കൊടുത്തു അല്ലേ. 0.3 മീറ്റർ ബ്രെഡ്ത്ത് കൊടുത്തു. ആ സമയത്ത് ഇത്രയും ഏരിയ നമുക്ക് പോയിട്ടുണ്ട്. ഇത്രയും ഏരിയയും അതുപോലെ തന്നെ 0.6 ഹൈറ്റിലും ബ്രിക്ക് വർക്ക് ഓൾറെഡി ആയിക്കഴിഞ്ഞു. സോ അതുപോലെ നമ്മൾ ഇൻറ്റു 2 ചെയ്തത് കൊണ്ട് ഈ സൈഡിലും ബ്രിക്ക് വർക്ക് ആയിക്കഴിഞ്ഞു അല്ലേ. ഈ സൈഡിലും ബ്രിക്ക് വർക്ക് ആയിക്കഴിഞ്ഞു. സോ ഇനി ബാക്കി വരുന്ന ഏരിയ എത്ര മാത്രമേ ഉള്ളൂ? ബാക്കി വരുന്ന ലെന്ത് എത്ര മാത്രമേ ഉള്ളൂ? 0.9 മാത്രമേ ഉള്ളൂ. സോ 0.9 മീറ്റർ മാത്രമേ നമുക്ക് ലെന്ത് വരുന്നുള്ളൂ അല്ലേ. സോ 0.9. ഓക്കെ, അതിനുശേഷം ബ്രെഡ്ത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ബ്രെഡ്ത്തിന് ഒരു ചേഞ്ചും ഇല്ല. 0.3 തന്നെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.3. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് 0.6 തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് അല്ലേ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 20 സെൻറ്റിമീറ്റർ വോളിൻ്റെ ഷോർട്ട് വോളിൻ്റെ ലെന്താണ് നമുക്കിനി വേണ്ടത്. 20 സെൻറ്റിമീറ്റർ വോൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ വരച്ചതുപോലെ ലൈൻ വരച്ചു കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ വോൾ ഇതാണ് 20 സെൻറ്റിമീറ്റർ വോൾ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വോൾ, ഇത് ലോങ് വോളാണ്, ഇതാണ് നമ്മുടെ ഷോർട്ട് വോൾ എന്ന് പറയുന്നത്. ഈ ഷോർട്ട് വോളിൻ്റെ ലെന്താണ് നമുക്ക് ഇനി വേണ്ടത്. സോ നമ്മൾ 20 സെൻറ്റിമീറ്റർ വോൾ എടുത്തപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? 2.4 മീറ്റർ ലെന്ത്, അതായത് ലോങ് വോൾ എടുത്ത സമയത്ത് 2.4 മീറ്റർ ലെന്തും ബ്രെഡ്ത്ത് നമ്മൾ എത്ര കൊടുത്തു? 0.2 കൊടുത്തു. സോ 0.2 കൊടുക്കുമ്പോൾ എത്ര ഏരിയ പോയി? 0.2 കൊടുത്തപ്പോൾ നമുക്ക് ഇത്രയും ഏരിയയും പോയി. 0.2 കൊടുത്തപ്പോൾ നമുക്ക് ഈ ഏരിയ എല്ലാം പോയി അല്ലേ. അതുപോലെ തന്നെ എത്ര ഹൈറ്റ് കൊടുത്തു? 1.15 ഹൈറ്റിലുള്ള വോളിയം അങ്ങ് പോയി. അതുപോലെ ഇൻറ്റു 2 കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെയും എന്താണ്? ഇവിടെയും ഇത്രയും ഏരിയയും പോയി അല്ലേ. 0.2 ബ്രെഡ്ത്തിൽ ഇത്രയും ഏരിയയും പോയി അല്ലേ. അപ്പോൾ ഇനി ബാക്കി വരുന്ന ഷോർട്ട് വോൾ എന്ന് പറയുന്നത്, അതായത് ലോങ് വോൾ കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് ഷോർട്ട് വോളിൻ്റെ ഒരു ചെറിയ പോർഷനും കൂടെ ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി ലോങ് വോൾ അത്രയും കൺസ്ട്രക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി വരുന്ന എത്ര പോർഷൻ മാത്രമേ ഉള്ളൂ? 90 തന്നെയാണ്. സോ അതുകൊണ്ടാണ് ഷോർട്ട് വോളിൻ്റെയും ഈ ലെന്തും 90 തന്നെയാണ്. സോ 0.9. ഇനി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 0.2
ബിക്കോസ് സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 0.2 തന്നെയാണ്. സോറി 0.2. ഓക്കെ, 0.2. ദെൻ ഹൈറ്റ് 1.15. നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് പ്ലാസ്റ്ററിംഗ് ആണ്. സെപ്റ്റി ടാങ്കിൽ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത് സെപ്റ്റി ടാങ്കിൻ്റെ വോളും പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലോറും പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് സെപ്റ്റി ടാങ്കിൻ്റെ ഇൻസൈഡ് വോള് പ്ലാസ്റ്റർ ചെയ്യുന്നത് 12 mm ആണ്, അതുപോലെ തന്നെ ഫ്ലോറാണ് പ്ലാസ്റ്റർ ചെയ്യുന്നതെങ്കിൽ 20 mm ആണ് പ്ലാസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫോർത്ത് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് 12 mm സിമെൻറ്റ് പ്ലാസ്റ്ററിംഗ് ആണ്. അത് ചെയ്യുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇൻസൈഡ് വോള് മാത്രമാണ്. സെപ്റ്റി ടാങ്കിൻ്റെ ഈ ഇൻസൈഡ് വോള് മാത്രമാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ലോങ് വോളും ഷോർട്ട് വോളും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലോങ് വോൾ അല്ലേ, ഇത് നമ്മുടെ ഷോർട്ട് വോൾ. ഓക്കെ, അപ്പോൾ ലോങ് വോൾ നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ടല്ലേ, 1 and 2. അതുപോലെ ഷോർട്ട് വോൾ നമുക്ക് 1 and 2. ഓക്കെ, സോ നമ്പറിൽ കൊടുക്കാം നമുക്ക് 2, അതുപോലെ ഇവിടെയും 2. ഓക്കെ, ഇനി നമുക്ക് ഈ ലോങ് വോളിൻ്റെ ലെന്ത് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. നമുക്ക് വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും, കാരണം ഇത് ഇൻസൈഡ് ഡയമെൻഷൻ മാത്രമാണ്. സോ 200/90 അല്ലേ. അപ്പോൾ 200 എന്ന് പറയുന്നത് ലോങ് വോളിൻ്റെ ലെന്തും അതുപോലെ 90 എന്ന് പറയുന്നത് ഷോർട്ട് വോളിൻ്റെ ലെന്തുമാണ്. സോ 2 മീറ്റർ അല്ലേ, 2 മീറ്ററാണ് ലോങ് വോളിൻ്റെ ലെന്ത് വരുന്നത്. ഇനി ബ്രെഡ്ത്ത് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പ്ലാസ്റ്ററിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബ്രെഡ്ത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാര്യം അതിൻ്റെ റേറ്റ് വരുന്നത് വോളിയത്തിലാണ്. സോ ബ്രെഡ്ത്തിൻ്റെ ആവശ്യമില്ല. ദെൻ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ടോട്ടൽ ഹൈറ്റ് എത്രയാണ് വരുന്നത്? 140 + 30 അല്ലേ, 140 + 30. ഈ പോയിന്റ് മുതൽ നമുക്ക് ഇവിടെ ഈ വോളാണ് പ്ലാസ്റ്റർ ചെയ്യുന്നത്. സോ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് 140 + 30, ദറ്റ് ഈസ് 170 അല്ലേ, 1.70. ഓക്കെ, ഇനി ഷോർട്ട് വോളിൻ്റെ ലെന്താണ് വേണ്ടത്. ഷോർട്ട് വോളിൻ്റെ ലെന്ത് നമുക്ക് അറിയാം 90 ആണ്. സോ 0.90. ആൻഡ് ബ്രെഡ്ത്ത് ഇവിടെയും നമുക്ക് ആവശ്യമില്ല. ദെൻ ഹൈറ്റ് നമുക്കറിയാം സെയിം 1.70. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞു സെപ്റ്റി ടാങ്കിൻ്റെ വോള് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്ലാസ്റ്റർ ചെയ്യേണ്ടത് എവിടെയാണ്? ഫ്ലോറാണ് പ്ലാസ്റ്റർ ചെയ്യേണ്ടത് അല്ലേ. സെപ്റ്റി ടാങ്കിൻ്റെ ഫ്ലോർ പ്ലാസ്റ്റർ ചെയ്യുന്നതിൻ്റെ 20 mm ആണ് സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. സോ ഫ്ലോർ പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഇൻസൈഡ് പോർഷനാണ്, അതായത് 290 അല്ലേ, 290. ഓക്കെ, അപ്പോൾ ഇത് പ്ലാസ്റ്റർ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ലെന്ത് കൊടുക്കുക 2 മീറ്റർ, ആൻഡ് ഇവിടെ ഹൈറ്റ് ഇല്ല, സോ ബ്രെഡ്ത്ത് ആണ്. ബ്രെഡ്ത്ത് കൊടുക്കുക 0.90, ഹൈറ്റ് ഇല്ല. ഓക്കെ, സോ നമുക്ക് ഇവിടെയും ഏരിയയിൽ തന്നെ നമുക്ക് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മുടെ വർക്ക് വരുന്നത് RCC ആണ്, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്. നമ്മുടെ സെപ്റ്റി ടാങ്കിൽ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്ന 3 പോർഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ സെപ്റ്റി ടാങ്കിൻ്റെ റൂഫ് കവർ. ഓക്കെ, അതിനുശേഷം വരുന്നത് സെപ്റ്റി ടാങ്കിൻ്റെ ഇൻസൈഡിൽ വരുന്ന ഒരു ബേഫിൾ വോൾ വരുന്നുണ്ട്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സോക്ക് പിറ്റിൻ്റെ കവർ സ്ലാബ്. ഓക്കെ, ഇങ്ങനെ ഈ 3 പോർഷൻസ് ആണ് നമുക്ക് എന്ത് വരുന്നത്? RCC വരുന്നത്. സോക്ക് പിറ്റിൻ്റെ കവർ സ്ലാബും അതുപോലെ തന്നെ സെപ്റ്റി ടാങ്കിൻ്റെ കവർ സ്ലാബും ദെൻ ഒരു ബേഫിൾ വോളും, സെപ്റ്റി ടാങ്കിൻ്റെ ഇൻസൈഡിൽ വരുന്ന ഒരു ബേഫിൾ വോൾ. ഓക്കെ, സോ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതിന് മുന്നേ തന്നെ നമുക്ക് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സെപ്റ്റി ടാങ്കിൻ്റെ കവർ സ്ലാബ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം സെപ്റ്റി ടാങ്കിൻ്റെ കവർ സ്ലാബിൻ്റെ ലെന്ത് എത്രയാണെന്നും ബ്രെഡ്ത്ത് എത്രയാണെന്നും കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ 20 cm വോൾ അല്ലേ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് വരുന്ന വോൾ എന്ന് പറയുന്നത് 20 cm വോളാണ്. ഈ 20 cm വോളിലാണ് ഈ കവർ സ്ലാബ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ സോക്ക് പിറ്റിൻ്റെ കവർ സ്ലാബ് ആയാലും ഏറ്റവും ഔട്ടർ മോസ്റ്റ് വരുന്ന ബ്രിക്ക് വർക്ക് ഏതാണോ അവിടെയാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ വോളിൻ്റെ കംപ്ലീറ്റ് വിഡ്ത്തിലാണ് ഇത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ലെന്ത് എടുക്കണമെങ്കിൽ ഈ 20 cm വോളിൻ്റെ ഔട്ടർ ലെന്തും അതുപോലെ തന്നെ 20 cm വോളിൻ്റെ ഇൻസൈഡ് ഷോർട്ട് വോൾ ലെന്തും നമുക്ക് എടുത്താൽ മാത്രം മതി. പിന്നെ തിക്നെസ് നമുക്ക് ഓൾറെഡി സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. റൂഫ് കവർ സ്ലാബ് ഓഫ് സെപ്റ്റി ടാങ്ക് ഞാൻ പറഞ്ഞു ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ വരുന്നത് 20 cm വോളാണ്. സോ എവിടെയാണ് കവർ സ്ലാബ് കയറിയിരിക്കുന്നത്? 20 cm വോളിലുള്ള 20 cm തിക്നെസ് ഉള്ള വോളിലാണ് നമ്മുടെ കവർ സ്ലാബ് കയറിയിരിക്കുന്നത്. അതായത് ഈ ഒരു പോർഷനിലാണ് കവർ സ്ലാബ് കയറിയിരിക്കുന്നത് അല്ലേ. ദറ്റ് ഈസ് 2.4/1.30. ഇതാണ് നമ്മുടെ റൂഫ് കവർ സ്ലാബിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ലെന്ത് കൊടുക്കാം 2.40 ആൻഡ് ബ്രെഡ്ത്ത് കൊടുക്കാം 1.30 ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 7.5 cm ആണ് റൂഫ് സ്ലാബിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് അല്ലേ. സോ ഹൈറ്റ് നമുക്ക് എത്ര കൊടുക്കാം? 7.5 cm. സോ 0.075 മീറ്റർ. ഓക്കെ, ഇനി നമുക്ക് സോക്ക് പിറ്റിൻ്റെ കവർ സ്ലാബിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം അല്ലേ.
സോക്ക്പിറ്റിൻ്റെ കവർ സ്ലാബ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു സോക്ക്പിറ്റിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ വരുന്നത് ഈ പോർഷനാണ്. അതായത് ഈ കാണുന്ന ഈ പോർഷനിലാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് കവർ സ്ലാബ് അല്ലേ. ഈ ഒരു സർക്കിളിലാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1.4 മീറ്ററാണ് അതിൻ്റെ ഡയമീറ്റർ വരുന്നത്. നമുക്കറിയാം ഈ ഒരു ഡയമീറ്ററിലാണ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഈ പുറത്ത് കാണുന്ന എക്സ്റ്റൻഷൻ നമുക്ക് കൊടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല. നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഇവിടം വരെ മാത്രമേ നമുക്ക് കവർ സ്ലാബ് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചാൽ നമുക്ക് മതി. ബാക്കി പുറത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന പോർഷൻ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ 1.4 മീറ്ററാണ് ഈ ഡയമീറ്റർ വരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഡയമീറ്ററിലാണ് നമ്മുടെ സോക്ക്പിറ്റിൻ്റെ കവർ സ്ലാബ് നിൽക്കുന്നത്. സോ നമുക്ക് അതിൻ്റെ വോളിയം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് കവർ സ്ലാബ് എന്ന് പറയുമ്പോൾ നമുക്ക് സർക്കിളാണ്. സോ π/4 ഇൻറ്റു 1.4 സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് ആ കവർ സ്ലാബിൻ്റെ ഏരിയ കിട്ടും. ദെൻ ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 75 തന്നെയാണോ? 7.5 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെയും കവർ വരുന്നത്. സോ സെയിം ഹൈറ്റ് കൊടുക്കുക, അപ്പോൾ വോളിയം കിട്ടും അല്ലേ. നമുക്ക് ഇനി വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ബേഫിൾ വോളാണ് അല്ലേ. അപ്പോൾ ഈ ബേഫിൾ വോൾ ഏതാണ് കാണിക്കുന്നത്? ഇതാണ് നമ്മുടെ ബേഫിൾ വോൾ എന്ന് പറയുന്നത്. സോ 4 സെൻറ്റിമീറ്ററിലുള്ളൊരു ബേഫിൾ വോളാണ്. അതിൻ്റെ ലെന്ത് നമുക്ക് ഏതിൽ നിന്ന് അറിയാൻ പറ്റും? പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെന്ത് അറിയാൻ പറ്റും. 90 ആണ് അതിൻ്റെ ലെന്ത് വരുന്നത്. പക്ഷേ 90 ആണ് ലെന്തെങ്കിൽ പോലും നമുക്ക് ഈ ബേഫിൾ വോൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന 2 സൈഡ് വോൾസിലാണെന്ന് ഞാൻ പറഞ്ഞു. സോ ഇവിടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ അകത്തോട്ട് കയറി നിന്നാൽ മാത്രമേ ഈ ബേഫിൾ വോളിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഈ 2 സൈഡിലോട്ടും ഒരു 5 സെൻറ്റിമീറ്റർ എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ്. 2 സൈഡിലോട്ടും ഒരു 5 സെൻറ്റിമീറ്റർ എക്സ്റ്റൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാവും? 1 മീറ്റർ ആവും അല്ലേ. 1 മീറ്റർ. ദെൻ ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. 4 സെൻറ്റിമീറ്റർ. സോ 0.04. ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സെക്ഷനിൽ നോക്കുക. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 + 15 ദാറ്റ് ഈസ് 0.45. ഓക്കെ, 0.45. സോ ഇത്രയുമാണ് നമ്മുടെ RCC വരുന്നത്. സെപ്റ്റിക് ടാങ്കിലെയും സോക്ക്പിറ്റിലും RCC എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഈ 3 എണ്ണമാണ്. ഓക്കെ, സോക്ക്പിറ്റിൻ്റെ കുറച്ച് പാർട്സ് നമുക്ക് ഇനി എസ്റ്റിമേറ്റ് എടുക്കാനായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സോക്ക്പിറ്റിലെ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കാണ്. ഓക്കെ, ഇവിടെ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് എവിടേക്കാണ് വരുന്നത്? സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് വരുന്നത് നമ്മുടെ സോക്ക്പിറ്റിൻ്റെ അപ്പർ പോർഷനിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോവർ പോർഷനിലും വരുന്നുണ്ട് അല്ലേ. 2 പോർഷനിലും വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപ്പർ പോർഷനും ലോവർ പോർഷനും സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. സോ സോക്ക്പിറ്റിൻ്റെ അപ്പർ പോർഷനിലും സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ലോവർ പോർഷനിലും സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് വരുന്നുണ്ട്. ഈ 2 പോർഷൻ, അപ്പർ പോർഷനും അതുപോലെ തന്നെ ഈ ലോവർ പോർഷനിലുമാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് വരുന്നത്. സോ ഇതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് നമുക്കറിയാം. ഒരു 50 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 20 സെൻറ്റിമീറ്റർ ഹൈറ്റിലും സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് വരുന്നുണ്ട്. ഇനി നമുക്കപ്പോൾ വോളിയം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഹൈറ്റ് അറിയാം അല്ലേ. നമുക്കിനി ഏരിയയും കൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ അപ്പർ പോർഷൻ്റെയും ലോവർ പോർഷൻ്റെയും സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കാം? സോ നമുക്കറിയാം ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് ഈ കാണുന്ന ഈ ഹാച്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷനാണ് നമ്മുടെ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക്. നമുക്കിതിൻ്റെ ഏരിയ കാണാനായിട്ട് ഒന്നുകിൽ നമുക്ക് ഈ ഒരു ടോട്ടൽ അല്ലെങ്കിൽ ഈ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ടോട്ടൽ, ഈ ഒരു വലിയ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം ഈ അകത്തുള്ള ഈ ഒരു കുഞ്ഞു സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഏരിയ കിട്ടും. ഇല്ല എങ്കിൽ നമുക്ക് വേറൊരു എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്റർ ലൈൻ ലെന്ത് കണ്ടുപിടിക്കുക. നമുക്ക് കണ്ടുപിടിക്കാനുള്ള സർക്കിളിൻ്റെ സെൻറ്റർ ലൈൻ ലെന്ത് കണ്ടുപിടിക്കുക. നമുക്കറിയാം നമ്മുടെ സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് πd ആണ്. സോ πd ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ സെൻറ്റർ ലൈൻ്റെ ഏരിയ കിട്ടും. സോ πd ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനകത്തുള്ള ഡയമീറ്റർ 100 ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ പോരെ. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 110 + 120 അല്ലേ, 120 ആണ് ഡയമീറ്റർ വരുന്നത്. സോ πd ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ലൈനിൽ എന്ത് കിട്ടും? അതായത് ഞാൻ പറയുന്നത് ഈ ഒരു ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എളുപ്പ വഴി എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻസൈഡ് ഡയമെൻഷൻ 100 ആണ് അല്ലേ. 100 ആണ്, 100 സെൻറ്റിമീറ്റർ ആണ് ഇൻസൈഡ് ഡയമെൻഷൻ, 100 സെൻറ്റിമീറ്റർ. സോ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നുകിൽ നമുക്ക് ഈ ഒരു വലിയ സർക്കിളിൻ്റെ ഏരിയ എടുക്കുക, മൈനസ് ഈ ഒരു കുഞ്ഞു സർക്കിളിൻ്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുക്കൂടെ പോകുന്ന ഈ ഒരു സെൻറ്റർ ലൈൻ ലെന്ത് കണ്ടുപിടിക്കുക. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമുക്കറിയാം സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് πd ആണ് അല്ലേ, πd ആണ്. സോ ഈ ഡയമീറ്റർ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഡയമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വരുന്നത്? ഇതിനകത്ത് എത്ര സെൻറ്റിമീറ്റർ വന്ന് 20 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. സോ 100 + 10 + 10
ദാറ്റ് ഈസ് 1.2 മീറ്റർ. ഡയമീറ്റർ എന്ന് പറയുന്നത് 1.2 മീറ്റർ. സോ പൈ ഇൻറ്റു 1.2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സെൻറ്റർ ലൈൻ ലെന്ത് കിട്ടും അല്ലേ. പൈ ഇൻറ്റു 1.2 ചെയ്താൽ ഈ ഒരു സെൻറ്റർ ലൈൻ ലെന്ത് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഞാൻ ലെന്ത് എഴുതുവാണ് പൈ ഇൻറ്റു 1.2. ഓക്കെ, ഞാൻ ലെന്ത് കണ്ടുപിടിച്ചു. ഇനി എൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അപ്പർ പോർഷനിലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ബ്രെഡ്ത്ത് വരുന്നത് അല്ലേ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ഞാൻ ബ്രെഡ്ത്ത് കൊടുക്കുമ്പോൾ തന്നെ എന്തായി? ഇതിൻ്റെ ഏരിയ കവറായില്ലേ. ഞാൻ ഈ ലെന്ത് കൊടുത്തു, ഈ ലെന്ത് പൈ ഇൻറ്റു 1.2 ചെയ്തപ്പോൾ എനിക്ക് ഈ ലെന്ത് കിട്ടി, ഈ സെൻട്രൽ ലൈൻ ലെന്ത് കിട്ടി. ഇനി ഞാൻ 0.2 ബ്രെഡ്ത്ത് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്താണ്? ഈ ഏരിയ കവറായിട്ടുണ്ട്. ഈ ഏരിയ ഫുൾ എനിക്ക് കവറാവും. ദെൻ എനിക്ക് ഇനി എന്തും കൂടെ കൊടുത്താൽ മാത്രം മതി, ഹൈറ്റും കൂടെ മാത്രം കൊടുത്താൽ മതി. സോ അപ്പർ പോർഷൻ്റെ ഹൈറ്റ് എത്രയാണ്? 50 ആണ്. സോ 0.50. ആൻഡ് ലോവർ പോർഷൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 0.20 ആണ്. സോ സെയിം ലെന്ത് തന്നെയാണ് വരുന്നത്, സെയിം ബ്രെഡ്ത്ത് തന്നെയാണ് വരുന്നത്, ഹൈറ്റ് മാത്രം ചേഞ്ച് ചെയ്യുന്നുണ്ട് 0.2. ഓക്കെ, സോ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. രണ്ട് രീതിയിൽ രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു വലിയ സർക്കിളിൻ്റെ ഏരിയ എടുത്തിട്ട് മൈനസ് ചെയ്യുക, ഈ ചെറിയ 100 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ആ ചെറിയ സർക്കിൾ മൈനസ് ചെയ്ത് കളയുക. ഇല്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഏത് സർക്കിളിൻ്റെ ആണോ ഡയമീറ്റർ ഏരിയ കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ സെൻറ്റർ ലൈൻ ലെന്ത് കാണുക. സെൻറ്റർ ലൈൻ ലെന്ത് കാണാൻ വളരെ ഈസിയാണ്. ബിക്കോസ് നമുക്ക് 100 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ട്, ബാക്കി എല്ലാ ഡയമെൻഷനും നമുക്കറിയാം. സോ ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, നമുക്ക് ഈസി ആയിട്ട് സെൻറ്റർ ലൈൻ ലെന്ത് കണ്ടുപിടിക്കാൻ പറ്റും. പൈ ഡി എന്ന് പറഞ്ഞാൽ ഫോർമുലയും നമുക്കുണ്ടല്ലേ. സോ ആ ലെന്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഏരിയ കാണാനായിട്ട് പറ്റും. ഓക്കെ, നമ്മൾ സോക്ക് പിറ്റിലെ അപ്പർ പോർഷനിലും അതുപോലെ തന്നെ ലോവർ പോർഷനിൽ വരുന്ന സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് മിഡിൽ പോർഷനിൽ വരുന്ന എന്താണ്? മിഡിൽ പോർഷനിൽ വരുന്നത് ഡ്രൈ ബ്രിക്ക് വർക്കാണ്. സോ ഡ്രൈ ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റിയും കൂടിയാണ് നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. സോറി എന്തിനു സോറി, ഒന്നുകൂടെ പറയാം. വെയിറ്റ്. ഓക്കെ, സോക്ക് പിറ്റിൽ നമ്മൾ അപ്പർ പോർഷനിൽ വരുന്ന ബ്രിക്ക് വർക്കും അതുപോലെ തന്നെ ലോവർ പോർഷനിൽ വരുന്ന സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കിൻ്റെയും ക്വാണ്ടിറ്റി നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് മിഡിൽ പോർഷൻ, സോക്ക് പിറ്റിൻ്റെ മിഡിൽ പോർഷനിൽ വരുന്ന ഡ്രൈ ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റിയാണ്. സോ ഡ്രൈ ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് നോക്കാം. സോ നമ്മൾ ഓൾറെഡി നമുക്കിതാ ഇവിടെ ഒരു ലോവർ പോർഷനിൽ വരുന്ന ഒരു ബ്രിക്ക് അഗ്രിഗേറ്റും അതുപോലെ തന്നെ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് ഇതാ ഒരു 250 മീറ്റർ 250 സെൻറ്റിമീറ്റർ 2.5 മീറ്ററിൽ എന്ത് വരുന്നുണ്ട്? ഡ്രൈ ബ്രിക്ക് വർക്ക് വരുന്നുണ്ട്. മിഡിൽ പോർഷനിൽ 2.5 മീറ്ററിൽ ഒരു ഡ്രൈ ബ്രിക്ക് വർക്ക് വരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് ഓളിയം കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇവിടുത്തെ സെൻറ്റർ ലൈൻ ലെന്ത് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഈ ലെന്ത് തന്നെയാണ് വരുന്നത്. സോ പൈ ഡി ചെയ്താൽ നമുക്ക് ലെന്ത് കിട്ടും. സോ വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല ഇവിടെ. സോ ലെന്ത് എന്ന് പറയുന്നത് പൈ ഇൻറ്റു 1.2 തന്നെയാണ്, പൈ ഇൻറ്റു 1.2. ആൻഡ് സോ നമുക്കപ്പോൾ ഏരിയ കിട്ടും, ലെന്ത് കിട്ടും. ഇനി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.2 തന്നെയാണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.2 ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 2.5 മീറ്റർ. ഓക്കെ, 2.5 മീറ്റർ. സോ നമ്മൾ സോക്ക് പിറ്റിൻ്റെ അപ്പർ പോർഷനിലും ലോവർ പോർഷനിലും വരുന്ന ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. അതുപോലെ തന്നെ സോക്ക് പിറ്റിൻ്റെ മിഡിൽ പോർഷനിൽ വരുന്ന ഡ്രൈ ബ്രിക്ക് വർക്കിൻ്റെയും ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് വരുന്നത് ബ്രിക്ക് അഗ്രിഗേറ്റ് ആണ്, അതായത് 50 mm സൈസിൽ വരുന്ന ബ്രിക്ക് അഗ്രിഗേറ്റ് ആണ്. അത് രണ്ട് പോർഷനിലാണ് വരുന്നത്. ഒന്ന് ഈ ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ബ്രിക്ക് വർക്കിൻ്റെ ചുറ്റുമായിട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ബോട്ടം പോർഷനിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡ്രൈ ബ്രിക്ക് വർക്ക് അല്ലേ, ഇതാണ് നമ്മുടെ ഡ്രൈ ബ്രിക്ക് വർക്ക്. മിഡിൽ പോർഷനിൽ വരുന്ന 250 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ വരുന്ന ഡ്രൈ ബ്രിക്ക് വർക്കിൻ്റെ ചുറ്റുമായിട്ടും എന്ത് കൊടുത്തിട്ടുണ്ട്? ഡ്രൈ ബ്രിക്ക് വർക്ക് ബ്രിക്ക് അഗ്രിഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഈ ക്വാണ്ടിറ്റി അല്ലേ, ഒന്ന് ബോട്ടം പോർഷനിലും അതുപോലെ തന്നെ ഔട്ടർ സൈഡിലും. ഓക്കെ, അപ്പോൾ ഈ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്താ വേണ്ടത്? ഈ സർക്കിളാണ് വേണ്ടത്. ഈ ഔട്ടർ സൈഡിലുള്ള ഈ സർക്കിളിൻ്റെ ഏരിയയാണ് നമുക്ക് ആവശ്യം. അതായത് ബ്രിക്ക് അഗ്രിഗേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഇതാണ് ബ്രിക്ക് അഗ്രിഗേറ്റ്. അതായത് നമ്മുടെ ഈ സർക്കിളാണ് നമുക്ക് വേണ്ടത്. ഈ സർക്കിളിൻ്റെ ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു വലിയ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, അതിനുശേഷം ഇതുവരെയുള്ള സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് മൈനസ് ചെയ്യുക. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഏരിയ കിട്ടും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എപ്പോഴും നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റർ ലൈൻ ലെന്ത് കണ്ടുപിടിക്കുക. ഈ സർക്കിൾ നമുക്ക് ഏത് സർക്കിളാണോ കണ്ടുപിടിക്കേണ്ടത് ഈ സർക്കിളിൻ്റെ സെൻറ്റർ ലൈൻ ലെന്ത് കണ്ടുപിടിക്കുക.
അതിനുവേണ്ടി എന്ത് ചെയ്താൽ മാത്രം മതി നമുക്ക് സെൻറ്റർ ലൈൻ ലെന്ത് കണ്ടുപിടിക്കാനായിട്ട്? ഇവിടെ 100 ആണ് ഡയമീറ്റർ വരുന്നത്. 100 + 20 + 20 ദാറ്റ് ഈസ് 140. 140 + 7.5 + 7.5 ദാറ്റ് ഈസ് 155. അതാണ് നമ്മുടെ സെൻറ്റർ ലൈൻ ലെന്ത് എന്ന് പറയുന്നത്. സോ ഈ സെൻറ്റർ ലൈൻ ലെന്ത് കിട്ടിക്കഴിഞ്ഞാൽ, സെൻറ്റർ ലൈൻ ലെന്ത് അല്ല, സോറി, ഡയമീറ്റർ ആണ് 155 എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സെൻറ്റർ ലൈൻ ലെന്ത് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം പെരിമീറ്റർ πd ആണ്. സോ π × 1.55 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെൻറ്റർ ലൈൻ ലെന്ത് കിട്ടും അല്ലേ? ഡയമീറ്റർ 1.55. ഓക്കെ, അതായത് ഒന്നുകൂടി പറഞ്ഞു തരാം. നമുക്ക് ഇതിൽ ഏത് സർക്കിളിൻ്റെ ഏരിയ കാണണമെങ്കിലും നമുക്ക് ഒന്നിൽ എന്ത് ചെയ്യാം? ഈ വലിയ സർക്കിളിൻ്റെ ഏരിയ കാണുക. വലിയ സർക്കിളിൻ്റെ ഏരിയ കണ്ടതിന് ശേഷം നമുക്ക് ഏത് സർക്കിളിൻ്റെ ആണോ മൈനസ് ചെയ്യേണ്ടത് അതുവരെയുള്ള സർക്കിളിൻ്റെ ഏരിയ എടുത്ത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെറിയ സർക്കിളിൻ്റെ ഏരിയ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടുപിടിക്കേണ്ട സർക്കിളിൻ്റെ സെൻറ്റർ ലൈൻ ലെന്ത് കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കേണ്ട സർക്കിളിൻ്റെ സെൻറ്റർ ലൈൻ ലെന്ത് കണ്ടുപിടിക്കുക. നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഈ ബ്രിക്ക് അഗ്രിഗേറ്റിൻ്റെ ഈ ഔട്ടർ മോസ്റ്റ് സർക്കിളാണ്. സർക്കിളിൻ്റെ സെൻറ്റർ ലൈൻ എന്താണ് കാണേണ്ടത്? അതിനുവേണ്ടി നമുക്കറിയാം ഇൻസൈഡ് പോർഷനിലെ ഡയമീറ്റർ 100 ആണ്. 100. ഈ ഡ്രൈ ബ്രിക്ക് വർക്ക് 20 സെൻറ്റിമീറ്റർ ആണ്. 20. ആൻഡ് ഇവിടെ വരുന്നത് ബ്രിക്ക് അഗ്രിഗേറ്റ് വരുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. സോ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 100 + 20 + 20 140 + 7.5 + 7.5 ദാറ്റ് ഈസ് 155 ആണ് നമുക്ക് ഈ ഡയമീറ്റർ വരുന്നത്. ഈ ഡയമീറ്റർ വരുന്നത് 1.55 മീറ്റർ. സോ π × 1.55 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു സെൻറ്റർ ലൈൻ ലെന്ത് കിട്ടും. ഈ സെൻറ്റർ ലൈൻ ലെന്ത് ഇൻറ്റു നമ്മുടെ ബ്രെഡ്ത്ത് എത്രയാണ്? ഈ വരുന്ന ബ്രിക്ക് അഗ്രിഗേറ്റിൻ്റെ ബ്രെഡ്ത്ത് എത്രയാണ്? 15 ആണ്. 15 ചെയ്യുമ്പോൾ നമുക്ക് എന്താവും? ഈ ഏരിയ നമുക്ക് കവറാവും. ഈ ഏരിയ നമുക്ക് കവറാവും അല്ലേ? ഇൻറ്റു നമ്മുടെ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 250 ആണ്. സോ 250 ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഓളിയം കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഔട്ടർ സൈഡ് ഓഫ് സോക്ക്പിറ്റിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് നമ്മുടെ πd ആണ്. സോ π × നമ്മുടെ ഡയമീറ്റർ 1.55 ആണ്. സോ 1.55 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.2 ആണ്. സോറി 0.15 ആണ്. ആൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 2.50. ഓക്കെ, 2.50. ദെൻ ബോട്ടം സൈഡ് അല്ലേ? ബോട്ടം സൈഡിലെ ബ്രിക്ക് അഗ്രിഗേറ്റിൻ്റെ ക്വാണ്ടിറ്റി കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ബിക്കോസ് ബോട്ടം സൈഡിൽ കണ്ടുപിടിക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. കാര്യം ഇൻസൈഡ് പോർഷൻ്റെ ഏരിയ മാത്രം എടുത്താൽ മതി അല്ലേ? 100 സെൻറ്റിമീറ്റർ ആണ് ഡയമീറ്റർ വരുന്നത്. സോ ഇൻസൈഡ് പോർഷനിലെ ഏരിയ മാത്രം എടുക്കുക. ദറ്റ് ഈസ് π × 1² / 4. πd²/4. ഓക്കെ, ഏരിയ ആയി. ഇൻറ്റു നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹൈറ്റ് ചെയ്താൽ മതി. ഹൈറ്റ് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. സോ 0.2. സോ നമ്മൾ സോക്ക്പിറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കഴിഞ്ഞു അല്ലേ? ഇനി ഒരു പോർഷനും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഏതാണ്? ഏറ്റവും ഔട്ടർ മോസ്റ്റിൽ വരുന്ന നമ്മുടെ കോഴ്സ് സാൻഡ് ആണ് അല്ലേ? അപ്പോൾ ഈ കോഴ്സ് സാൻഡ് ഇതാ ഈ കാണുന്ന ഈ 15 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ ഇതാ ഈ കാണുന്ന കോഴ്സ് സാൻഡാണ് നമുക്കിനി ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളത്. സോ ഈ കോഴ്സ് സാൻഡിൻ്റെ ഹൈറ്റ് നമുക്കറിയാം 250 ആണ്. ഈ ഹൈറ്റ് 250 ആണ്. ഇതാ ഈ കാണുന്ന ഈ ഹൈറ്റ് 250 മീറ്റർ ആണ്. 250 സെൻറ്റിമീറ്റർ ആണ്. സോ ഹൈറ്റ് നമുക്കറിയാം. ഇനി നമുക്ക് വേണ്ട എന്താണ്? നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ എന്ത് എടുക്കുക? ഈ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് കോഴ്സ് സാൻഡ് വരുന്നത്. ഇതിൻ്റെ സെൻറ്റർ ലൈൻ ലെന്ത് എടുക്കുക അല്ലേ? സെൻറ്റർ ലൈൻ ലെന്ത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഈ ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഇതുവരെയുള്ള ഈ സെൻറ്റർ വരെയുള്ള ഡയമീറ്റർ കണ്ടുപിടിക്കണം. സോ നമുക്ക് ഈ ഡയമീറ്ററിനെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ഡയമീറ്റർ എന്ന് പറയുന്നത് 1.85 ആണ്. 1.85. സോ π × 1.85 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോട്ടൽ സെൻറ്റർ ലൈൻ ലെന്ത് കിട്ടും. ഓക്കെ, π × 1.85 ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ സെൻറ്റർ ലൈൻ ലെന്ത് കിട്ടും. അതായത് ഈ സർക്കിളിൻ്റെ സെൻറ്റർ ലൈൻ ലെന്ത് നമുക്ക് കിട്ടാനായിട്ട് π × 1.85 ചെയ്യുമ്പോൾ കിട്ടും. ഇനി ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15 ആണ്. സോ ബ്രെഡ്ത്ത് കൊടുക്കുക 15.15. ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം 250 ആണ്. സോ ഹൈറ്റ് 2.50. ഓക്കെ, സോ നമ്മുടെ കോഴ്സ് സാൻഡിൻ്റെയും ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചു. ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് സോക്ക്പിറ്റിൽ വരുന്ന എല്ലാ പോർഷനും നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? നമ്മുടെ റൂഫ് കവർ സ്ലാബ് കണ്ടുപിടിച്ചു. അതുപോലെ ഡ്രൈ ബ്രിക്ക് വർക്ക്, സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക്, ബ്രിക്ക് അഗ്രിഗേറ്റ് ആൻഡ് കോഴ്സ് സാൻഡ്, ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും മേജറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് കാര്യങ്ങളും കൂടെ മാത്രമേ നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാനായിട്ടുള്ളൂ.
അതിലെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് സെപ്റ്റിക് ടാങ്കിൻ്റെയും സോക്ക്പിറ്റിൻ്റെയും പ്ലാനിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അയൺ ഫുഡ് സ്റ്റെപ്സ് ആണ്. അതായത് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങാനുള്ള ആ സ്റ്റെപ്പുകളാണ്. എത്ര സ്റ്റെപ്സാണ് നമുക്കുള്ളത്? 1, 2, 3 and 4. സോ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 4 ആണ് അല്ലേ? സോ ടോട്ടൽ ക്വാണ്ടിറ്റി 4. ദെൻ 100 mm ഡയമീറ്ററിലുള്ള ഒരു സ്റ്റോൺ വെയർ പൈപ്പ്. ഈ സ്റ്റോൺ വെയർ പൈപ്പ് വരുന്നത് ആക്ച്വലി ലാട്രൈനിൽ നിന്ന് നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഇൻലെറ്റ് വരെയും അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് സോക്ക്പിറ്റിൻ്റെ ഇൻലെറ്റ് വരെയുമാണ് 100 mm ഡയമീറ്ററിലുള്ള സ്റ്റോൺ വെയർ പൈപ്പ് വരുന്നത് അല്ലേ? 100 mm ഡയമീറ്ററിലുള്ള സ്റ്റോൺ വെയർ പൈപ്പ് വരുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് വൺ നമ്മൾ 2 പാർട്ടായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാട്രൈനിൽ നിന്ന് നമുക്ക് ഇൻലെറ്റ് സെപ്റ്റിക് ടാങ്കിൻ്റെ ഇൻലെറ്റ് വരെ ഒരു പാർട്ടും അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് സോക്ക്പിറ്റിൻ്റെ ഇൻലെറ്റ് വരെ മറ്റൊരു പാർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാട്രൈനിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിൻ്റെ ഇൻലെറ്റ് വരെയുള്ള 100 mm ഡയമീറ്റർ SW പൈപ്പിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 300 cm ആണ് അല്ലേ? നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ട് ദ ലെന്ത് ഓഫ് കണക്റ്റിംഗ് പൈപ്പ് ഫ്രം ലാട്രൈൻ സീറ്റ് മേ ബി ടേക്കൺ ആസ് 3 meter. സോ നമുക്ക് ആദ്യത്തേത് എന്താണ്? 3 meter ആണ്. ഇൻലെറ്റ് ആൻഡ് ഫ്രം ലാട്രൈൻ ടു സെപ്റ്റിക് ടാങ്ക്. ഓക്കെ, 3 meter ആണ് ആദ്യത്തെ ക്വാണ്ടിറ്റി വരുന്നത്. ദെൻ ഔട്ട്ലെറ്റ് ആൻഡ് ഫ്രം സെപ്റ്റിക് ടാങ്ക് ടു സോക്ക്പിറ്റ് ഔട്ട്ലെറ്റ് ആൻഡ് ഫ്രം സെപ്റ്റിക് ടാങ്കിൻ്റെ ഔട്ട്ലെറ്റിൽ നിന്ന് സോക്ക്പിറ്റ് വരെയുള്ള 100 mm SW പൈപ്പിൻ്റെ ലെന്ത് എത്രയാണ്? ഇത്രയും 3 meter ഉണ്ട്. ദെൻ ഈ ഒരു തിക്നെസ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 3.2 meter. സോ 3.2 meter ആണ് നമ്മുടെ ഔട്ട്ലെറ്റ് ആൻഡ് ഫ്രം സെപ്റ്റിക് ടാങ്ക് ടു സോക്ക്പിറ്റിൻ്റെ 100 mm SW പൈപ്പിൻ്റെ ലെന്ത് വരുന്നത് അല്ലേ? ദെൻ SWൻ്റെ ഒരു T പൈപ്പ് ഉണ്ട്. അതുപോലെ SW പൈപ്പിൻ്റെ ഒരു 100 mm ഒരു ബെൻ പൈപ്പും ഉണ്ട് അല്ലേ? 100 mm ഡയമീറ്റർ വരുന്ന SW പൈപ്പിൻ്റെ ഒരു ബെൻ പൈപ്പും അതുപോലെ തന്നെ ഒരു T പൈപ്പും ഉണ്ട്. അതെവിടെയാണ് വരുന്നത്? ഇതാ ഒരു T പൈപ്പ് വരുന്നുണ്ടല്ലേ? ഇവിടെ ഒരു T പൈപ്പ് വരുന്നുണ്ട്, അത് ക്വാണ്ടിറ്റി ഒന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഒരു ബെൻ പൈപ്പും വരുന്നുണ്ട്, അതും ക്വാണ്ടിറ്റി ഒന്ന് തന്നെ ഉള്ളൂ അല്ലേ? സോ നമ്മളിവിടെ കൊടുക്കുന്നു ഒരു T പൈപ്പും അതുപോലെ തന്നെ ഒരു ബെൻ പൈപ്പും. ഓക്കെ, ദെൻ ലാസ്റ്റ് 2 ക്വാണ്ടിറ്റി, അതായത് 50 mm ഡയമീറ്റർ വരുന്ന ഒരു വെന്റിലേറ്റിംഗ് പൈപ്പ് ഉണ്ട് അല്ലേ? 50 mm ഡയമീറ്റർ വരുന്ന ഒരു വെന്റിലേറ്റിംഗ് പൈപ്പ് ഉണ്ട്. അതിൻ്റെ ഹൈറ്റ് വരുന്നത് 2 mm ആണ്. സോ 0.002 meter വരുന്ന ഒരു ഹൈറ്റിലുള്ള ഒരു 50 mm ഡയമീറ്റർ വരുന്ന ഒരു വെന്റിലേറ്റിംഗ് പൈപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ആ വെന്റിലേറ്റിംഗ് പൈപ്പിന് ഒരു കവർ വരുന്നുണ്ട്. കാസ്റ്റേണിൻ്റെ ഒരു കവറാണ് വരുന്നത്, അതും ക്വാണ്ടിറ്റി ഒന്ന് തന്നെ ഉള്ളൂ. സോ കാസ്റ്റേണിൻ്റെ ഒരു കവർ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്പർ 1. സോ ഇത്രയാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത്. എല്ലാ ക്വാണ്ടിറ്റീസും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിളാണ്. നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ് സെപ്റ്റിക് ടാങ്കിൻ്റെ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് 2 പ്രാവശ്യം KTUവിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ സപ്ലിമെൻ്ററി എക്സാമിനേഷനും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് സെപ്റ്റിക് ടാങ്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പഠിക്കുക. കോൺസെപ്റ്റ് മനസ്സിലാക്കി അതിൻ്റെ ഫിഗർ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് സെപ്റ്റിക് ടാങ്ക്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.